അവൾ ഇവിടെ വന്നിട്ട് ഏറിയാൽ ഒരു 4-5 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾക്കും അവളോട് ഇഷ്ടം തോന്നിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ ഞാനും അവളും തമ്മില് ഒരുപാട് നാളത്തെ പരിചയമൊന്നുമില്ല. എന്റെ തട്ടുകടയിൽ വന്ന ഒരു ചായ കുടിച്ച ഒരു ലോട്ടറിക്കാരി പെങ്കൊച്ചിനോട് വെറുതെ തോന്നിയ ഒരു ഇഷ്ടം. പരിചയപ്പെട്ട് അവളുടെ കഥയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ആ ഇഷ്ടം കൂടി. പിന്നെ അവളും അവളുടെ ചേച്ചിയും കൂടി ഞങ്ങളുടെ വീട്ടിൽ താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. മനസ്സ് കൈവിട്ടുപോയ ഒരു ചേച്ചി പെങ്കൊച്ചിനെയും കൊണ്ട് അവള് കിടന്ന് ജീവിക്കാൻ പാടുപെടുന്നത് കണ്ടപ്പോ സത്യം പറയാലോ സാറേ, അവളെ നമ്മൾ നമിച്ചു പോവും. ആ പ്രായത്തിൽ അവളെപ്പോലൊരു പെങ്കൊച്ച് വിചാരിച്ചാൽ കാശുണ്ടാക്കാനാണോ പാട്? എന്നിട്ടും അമ്മാതിരി തോന്നിയാസത്തിനൊന്നും പോവാതെ അവൾ അന്തസ്സായിട്ടാണ് സാറേ ജീവിക്കാൻ നോക്കിയത്. വേണ്ടേ, നിങ്ങളിപ്പോ ചോദിച്ചില്ലേ അവക്ക് കൂട്ടു നിൽക്കാൻ തോന്നാൻ അവൾ എന്റെ ആരാണെന്ന്? ആരുമല്ല സാറേ. എന്നാലും അവളെപ്പോലൊരു പാവം പെണ്ണൊന്ന് രക്ഷപ്പെട്ട് കാണാൻ ഞാൻ എന്നും എന്റെ മണ്ടക്കാട്ട് ഭഗവതിയോട് പ്രാർത്ഥിക്കാറുണ്ട്. അവക്ക് വേണ്ടിയാ ഞാൻ എന്റെ കിഷ്ണി പോലും വിൽക്കാൻ തയ്യാറായത്. അത്രയ്ക്ക് തങ്കപ്പെട്ട മനസ്സാ സാറേ ആ കൊച്ചിൻ്റെത്. അത് അടുത്തു നിന്ന് ബോധ്യം വന്നവളാ ഈ ഇക്കാവ്. അങ്കിളും ആന്റി എന്നോട് ക്ഷമിക്കണം. എന്റെ നിവർത്തിയേടുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. എങ്ങനെയും എന്റെ മോളെ എനിക്ക് സുരക്ഷിതമായിട്ട് വളർത്തണമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതേ ഒരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഞാനിവിടുന്ന് പൊയ്ക്കോളാം അങ്കിൾ. എന്നോട് ക്ഷമിക്കണം. എന്തായാലും ഞങ്ങള് പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാ മതി. അല്ല സാറേ, പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട, അത്ര തന്നെ. ഞങ്ങൾ തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? എങ്കിൽ ഞങ്ങൾ തരുന്ന ശിക്ഷയായിട്ട് നീ ഇതം കൂട്ടിയാ മതി. ഇനി നിന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയിട്ട് നീ ഇവിടുന്ന് പോയാ മതി. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഇവളുടെ കഥ കേട്ട് തുടങ്ങിയപ്പം സാറിന് അവളോട് ഇഷ്ടം തോന്നി തുടങ്ങിയല്ലയോ സാറ്? എന്താ അങ്ങനെ തോന്നിക്കൂടാന്നുണ്ടോ? നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കുകയല്ലേ. നാളത്തേക്കുള്ള പലഹാരത്തിന്റെ പണി എന്താന്ന് നോക്ക്. അല്ല പിന്നെ എന്റെ കുഞ്ഞെ, നീ ഉള്ള കാര്യമൊക്കെ നേരത്തെ ഞങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും വേണ്ടി വരുമായിരുന്നോ? പോട്ടെ, ഇനി പറഞ്ഞിട്ടെന്താ, വിഷമിക്കണ്ട കേട്ടോ. ഇനി ഇവിടെ തന്നെ നിന്നാ മതി. ഇക്കാവ് പറഞ്ഞത് നേരാ. നിന്നെ ആരായാലും അങ്ങ് ഇഷ്ടപ്പെട്ടു പോവും. അമ്മേ, അമ്മയ്ക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ? നമ്മൾ ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് മണിക്കൂറുകളായി. എന്നിട്ട് സംഭവിച്ചതിനെ കുറിച്ച് അമ്മ എന്നോട് ഇതുവരെ ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. എന്നൊന്നും തല്ലുകയോ വഴക്ക് പറയുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യമ്മേ. എന്നാലും എന്റെ അമ്മ എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കരുത് പ്ലീസ്. എനിക്കിത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒന്നും ചോദിക്കാതെ തന്നെ നിനക്ക് എന്താ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പരസ്പരം ചോദിച്ചും പറഞ്ഞു എന്തിനാ വെറുതെ രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അതുകൊണ്ടൊന്നും ചോദിച്ചില്ലെന്നേ ഉള്ളൂ. എന്നെ അമ്മയും കളിപ്പിക്കാൻ വേണ്ടി ചില കള്ളങ്ങളൊക്കെ നീ പറയാറുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചെന്ന് കൃത്രിമമായ രേഖയുണ്ടാക്കി അവളുമായി ഒരു വീടെടുത്ത് താമസിക്കാൻ
അവളുടെ പക്കലുള്ള കുഞ്ഞിന്റെ അച്ഛനാണെന്ന് വേറൊരു കുടുംബത്തെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ അതിന് തക്ക കള്ളവും സാമർത്ഥ്യവും നിനക്കുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല മോനെ. ധൂർത്തും ധാരാളിത്തവും ഒരുപാടുണ്ടായിരുന്നു നിന്റെ അച്ഛന്. ആ മനുഷ്യൻ പോലും കൂടെ ജീവിച്ച അത്രയും നാളും എന്നോട് കള്ളം കാട്ടിയിട്ടില്ല. മറ്റൊരു പെണ്ണിനെ ഞാൻ അറിയാതെ സ്നേഹിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. നിഴല് പോലെ കൂടെ നടന്നിരുന്ന ഒരാൾ വലിയ കോടീശ്വരനായിട്ടും തന്റെ മോൾക്ക് അങ്ങനൊരു മനുഷ്യന്റെ മകനെ ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹം തോന്നിയെങ്കിൽ അത് നിന്റെ അച്ഛന്റെ ഗുണം കൊണ്ട് തന്നെയാ. ഇന്ന് എന്റെയും അവിടെയുള്ളവരുടെ മുന്നിൽ നീ ഒരു കള്ളനെ പോലെ തല കുനിച്ച് നിന്നപ്പോ നീ വേദനിപ്പിച്ചതും നാണം കെടുത്തിയതുമെല്ലാം നിന്റെ അച്ഛന്റെ ആത്മാവിനെയാ. എപ്പോഴോ കണ്ടിഷ്ടം തോന്നിയ ഒരു പെണ്ണിന് വേണ്ടി നിന്റെ അച്ഛനെയും നിന്നെ മാത്രം പ്രതീക്ഷിച്ച് കഴിയുന്ന ഞങ്ങൾ 2 ജന്മങ്ങളെയും കൂടിയ ഞങ്ങളെയൊക്കെ ഒളിച്ചും ചതിച്ചും ഇങ്ങനൊരു മിടുക്ക് കാണിക്കാൻ വേണ്ടി എന്തായിരുന്നു നീ അവളിൽ കണ്ട മഹിമ? അമ്മേ, അത് ഞാൻ... വേണ്ട, ഇനി ഒരു വിശദീകരണവും നീ എനിക്ക് തരണ്ട. പറഞ്ഞു തുടങ്ങിയാൽ നമ്മുടെ ഇതുവരെയുള്ള ജീവിതം മറന്ന് ഞാൻ നിന്നോട് എന്തെങ്കിലും പറയേണ്ടി വരും. അതിനേക്കാൾ നല്ലത് നമ്മൾ ഇനി ഒന്നും പറയാതിരിക്കുന്നതാ. നീ അവളെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് എന്റെ മനസ്സിലും അവളോടൊരു ഇഷ്ടം തോന്നിയിരുന്നു. നിനക്ക് അവളെ നഷ്ടപ്പെടുവല്ലോ എന്നോർത്ത് നിന്നെപ്പോലെ തന്നെ ഞാനും സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരക്കാരിയായ ഒരു പെണ്ണിന് വേണ്ടിയാണല്ലോ എന്റെ മോനിങ്ങനൊക്കെ ചെയ്തു കൂട്ടിയെന്ന് ആലോചിക്കുമ്പോ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് വെറുതെ ആയി പോയല്ലോന്ന് തോന്നുക. അമ്മേ, ഗൗരി അമ്മ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവൾ ആവശ്യപ്പെട്ടിട്ടല്ല ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുത്തത്. മതി, ഇനി നീ അവളെക്കുറിച്ച് ന്യായീകരിക്കണ്ട. എന്തൊക്കെ വലുപ്പം നീ അവളെക്കുറിച്ച് പറഞ്ഞാലും കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണ് അതിനൊന്നും കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. നീ സഹായിക്കാൻ മനസ്സ് കാണിച്ചാൽ തന്നെ അങ്ങനെയുള്ള കള്ളത്തരത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറണമായിരുന്നു. അമ്മേ, അതവളുടെ സാഹചര്യം കൊണ്ടാണമ്മേ. ആ സിറ്റുവേഷനൊക്കെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാ. എന്ത് സാഹചര്യം? നീ ഈ പറഞ്ഞ എന്ത് തല പോകുന്ന സാഹചര്യമായാലും അതൊന്നും ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. അവൾക്ക് എങ്ങും തലചായ്ക്കാൻ ഇടമില്ലാതെ വന്നാൽ അന്തസ്സായിട്ട് നിനക്ക് അവളെയും കൂട്ടി ഇങ്ങോട്ട് വരാമായിരുന്നില്ലേ? ആദ്യമൊക്കെ ഞാനും അമ്മയെ എതിർക്കുമായിരുന്നിരിക്കാം. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യമാവുമ്പോ അവളെ ഇവിടെ താമസിപ്പിക്കാൻ ഞങ്ങൾ മനസ്സ് കാണിച്ചേനെ. അതല്ലല്ലോ നടന്നത്. വീട്ടുകാരെയും മറ്റുള്ളവരെയും നിങ്ങൾ വിഡ്ഢികളാക്കിക്കൊണ്ട് നീയും അവളും ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിച്ചു. ഇനി അങ്ങനെ അഭിനയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് എങ്ങനെ അറിയാം? അമ്മേ, എന്താ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇത്രയൊക്കെ കള്ളത്തരങ്ങൾ കാണിക്കാൻ മനസ്സനുവദിച്ചവർക്ക് ഇനി അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തുകൂടാന്നില്ലല്ലോ. അമ്മേ വേണ്ട, ചെയ്തൊക്കെ ന്യായീകരിക്കാനത്ത തെറ്റുകളാണെന്ന് എനിക്കറിയാം. ഉറപ്പായും അങ്ങനെയൊക്കെ സംശയിക്കാനുള്ള അവകാശവും അമ്മയ്ക്കുണ്ട്. എന്നാലും അമ്മയുടെ നാവ് കൊണ്ട് ഞങ്ങളെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. അത് കേൾക്കാൻ എനിക്ക് ശക്തിയില്ലാത്തതുകൊണ്ടാ. അമ്മ പറഞ്ഞതുപോലെ നമുക്ക് ഈ വിഷയം വിടാം, അതാ നല്ലത്. അമ്മേ, അമ്മയും കാത്തുക്കെ എന്നോട് ക്ഷമിക്കണം. ഒന്നല്ല, ഒരുപാട് കള്ളങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഗൗരിയുടെ കാര്യത്തിൽ മാത്രമല്ല, എന്റെ കാര്യത്തിലും ഞാൻ ഒരുപാട് കള്ളങ്ങൾ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ആരെയും ദ്രോഹിക്കാത്ത കൊച്ചു കൊച്ചു കള്ളങ്ങൾ ചേർത്ത് വെച്ചാണ് അമ്മേ നിങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ച് ഈ വീട് ഞാൻ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയത്. സത്യമാണമ്മേ, എന്റെ അമ്മയുടെയും കാത്തൂന്റെയൊക്കെ സന്തോഷം കാണാൻ
എനിക്കങ്ങനെ കള്ളത്തരങ്ങൾ പറയേണ്ടി വന്നു. അമ്മ നേരത്തെ പറഞ്ഞില്ല അച്ഛനെ കുറിച്ച്. ദൂർത്തടിക്കാനും ധാരാളത്തെ കാണിക്കാനും അച്ഛന്റെ കയ്യില് ആവശ്യത്തിലേറെ പണം ഉണ്ടായിരുന്നു. അതൊക്കെ തീർന്ന് പത്തായം കാലിയായപ്പോ അമ്മയുടെ ഒരു സാരിയില് അച്ഛനെല്ലാം അവസാനിപ്പിച്ച് അങ്ങ് പോവുകയും ചെയ്തു. ബുദ്ധി ഉറച്ചപ്പോ മുതല് അമ്മയുടെ അമ്മൂമ്മയുടെ ഒക്കെ കഷ്ടപ്പാട് കണ്ട് വളർന്നവനാ ഞാൻ. അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, എന്റെ സ്വപ്നമായിരുന്നു, വളർന്നു വലുത ഒരു ജോലിയൊക്കെ നേടിയിട്ട് അമ്മയും കാത്തൂനെയൊക്കെ നമ്മുടെ തറവാട്ടേക്കാൾ വലിയൊരു വീട്ടില് എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി താമസിപ്പിക്കണമെന്ന്. ഡിഗ്രി കഴിഞ്ഞപ്പോ പിന്നെയും പഠിക്കാൻ നിൽക്കാതെ ജോലി അന്വേഷിച്ചിറങ്ങിയത് അതുകൊണ്ടാ. കിട്ടിയ ജോലി കൊണ്ട് കണ്ട സ്വപ്നങ്ങൾ ഒരു അംശം പോലും നടക്കില്ല എന്നറിഞ്ഞപ്പോ അതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കണമെന്നുള്ള വാശി മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. അമ്മ കരുതും പോലെ ഇൻഷുറൻസ് കമ്പനിയിലെ ശമ്പളം ഒന്നിനും തികയുമായിരുന്നില്ല. അതുകൊണ്ട് വൈറ്റ് കോളർ ജോബിന്റെ മിഥ്യാഭിമാനം മാറ്റിവെച്ച് കിട്ടുന്ന എന്ത് പണിയും ചെയ്യാൻ ഞാൻ തയ്യാറായി. കൂലിപ്പണിക്ക് പോയി മണലിൽ സിമന്റ് ചുമന്നിട്ടുണ്ട്, ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ കാശ് കിട്ടുന്ന ഏത് ജോലിയും ഞാൻ വിട്ടില്ല. ശംഭു, നീ എന്തൊക്കെയായി പറയുന്നത്? തുമ്പിയും പിക്കാസൊക്കെ പിടിച്ച് കൈ പൊട്ടി നീര് വന്ന് വീർത്തിട്ടുണ്ട് ആദ്യമൊക്കെ. അതൊന്നും അമ്മയും കാത്തും കാണാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കള്ളം പറഞ്ഞ് വീട്ടിൽ വരാതെ വർക്ക് സൈറ്റിൽ കിടന്നുറങ്ങിയ ദിവസങ്ങളുണ്ട്. എന്നെ പോലെ ഇരിക്കുന്ന ഒരു ഓട്ടോക്കാരന്റെ കഥ അമ്മ എപ്പോഴും പറയാറില്ലേ? അമ്മ കരുതും പോലെ അതെന്റെ അപരനൊന്നുമല്ലമ്മേ, ഈ ഞാൻ തന്നെ അമ്മയത്. അമ്മ ചോറ് പാത്രം എന്നും എന്റെ ബാഗിൽ വെക്കുമ്പോ ഞാനിതിൽ അമ്മ കാണാതെ എടുത്തു വെക്കുന്നത് ആ ഡ്യൂപ്ലിക്കേറ്റിന്റെ കാക്കി ഷർട്ട. അങ്ങനെയൊക്കെ കിട്ടിയ കാശുണ്ട് അമ്പലമുറ്റത്തെ ഈ രണ്ടമ്മമാരെയും ഞാൻ നോക്കുന്നത്. അച്ഛനെ പോലെ ദൂർത്തും ധാരാളത്തും കാണിക്കാൻ എന്റെ കയ്യിൽ കാശില്ലായിരുന്നു അമ്മേ. പകരം സ്നേഹം ഉണ്ടായിരുന്നു. സ്നേഹിക്കുന്നവരുടെ സന്തോഷം കാണാൻ എന്ത് വേഷം കിട്ടാൻ അമ്മയുടെ ശമ്പൂന് ഒരു മടിയില്ലായിരുന്നു. അതുകൊണ്ടാ അങ്ങനെ നോക്കാത്ത കള്ളങ്ങൾ എനിക്ക് പറയേണ്ടി വന്നത്. എന്നെ പോലെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടപ്പോ ഒരിഷ്ടം തോന്നിപ്പോയത് അതുകൊണ്ടാ. നമ്മളെ പോലെ ഒരിക്കൽ വലിയ നിലയിൽ കഴിഞ്ഞതാ അവളും. ജീവിക്കാൻ വേണ്ടി മാന്യമായി എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായ ഒരു പെണ്ണിനോട് തോന്നിയ ഇഷ്ടവും ബഹുമാനവും സ്നേഹവും ഒക്കെയാണമ്മേ അവൾ ആവശ്യപ്പെടാതെ കൂടി ഞാൻ അതൊക്കെ ചെയ്തു കൊടുത്തത്. എല്ലാവരുടെയും കണ്ണിനകത്ത് തെറ്റായിരിക്കാം, പക്ഷെ ആ ഒരു പെണ്ണിനെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാ ഞാൻ അല്ല നമ്മുടെ മോനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്നേഹിക്കുന്നവരൊക്കെ സങ്കടപ്പെടുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ടമ്മേ ഞാൻ ഇങ്ങനെയൊക്കെ. അതമ്മയ്ക്കൊരു വിഷമമായെങ്കിൽ
അച്ഛന്റെ ആത്മാവിന് ചീത്തപ്പേരുണ്ടാക്കിയെങ്കിൽ അമ്മയിലൂടെ ക്ഷമിക്കാമേ. സോറി. അമ്മയുടെ പൊന്നു മോനെ. ഏകദേശം എത്ര മണിയോടെയാ ജോസൂട്ടി അനിതയും കൂട്ടി പള്ളിയിൽ നിന്ന് ഇറങ്ങിയത്? ഒന്ന് ഓർത്തു നോക്കിയേ. രാവിലത്തെ കുർബാന കഴിഞ്ഞ് ഉടനെ ഇറങ്ങിയോ അതോ? മാസം കഴിഞ്ഞ് ഞാനും ജോസൂട്ടി പ്രാഞ്ചിയച്ഛനെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞാ ഞങ്ങൾ ഇറങ്ങിയത്. ഓക്കെ. പള്ളിയിലേക്കുള്ള യാത്രയിൽ ജോസൂട്ടി ഇങ്ങനെ വല്ല ഭീഷണി ഉള്ളതായി അനിതയോട് പറഞ്ഞിരുന്നോ? പിന്നെന്തിനെ കുറിച്ചാ ജോസൂട്ടി പറഞ്ഞത്? അവൻ ഈ കൂലിത്തല്ലും ചട്ടമ്പിത്തനമൊക്കെ വച്ചു മതിയാക്കാൻ പോയായിരുന്നു സാർ. അതിന്റെ ഒരു സന്തോഷത്തിലായിരുന്നു എവിടും. ജോസൂട്ടിയുടെ പല കേസും മുമ്പ് ഞങ്ങളടുത്ത് വന്നിട്ടുണ്ട്. കാശിന് വേണ്ടിയാണ് അയാൾ പലതും ചെയ്തിട്ടുള്ളതെന്നും ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഇതൊക്കെ നിർത്തി ഒരു നല്ല ജീവിതത്തെ പറ്റി ആലോചിക്കാൻ എന്തായിരുന്നു കാരണം? അവൻ ഇത്തരം ദുഷ്ടതകളൊക്കെ ചെയ്യുന്നത് ഇവക്ക് ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു സാറ്. ആ കാര്യം പറഞ്ഞ് ഇവൾ അവനെ കുറെ എതിർത്തു. ആദ്യമൊന്നും അവനത് കേൾക്കാനുള്ള മനസ്സില്ലായിരുന്നു. പിന്നെ അവനും അത് തോന്നിയിട്ടുണ്ടാവും. പോരാത്തതിന് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഇവള് ഗർഭിണിയായിരുന്നു. അതറിഞ്ഞപ്പോ മുതൽ അവന് മാനസാന്തരം വന്നു കാണും. അതുകൊണ്ടാ ഇവളെയും കൂട്ടി പള്ളി പോയതും കുമ്പസരിച്ച് പുതിയ ജീവിതം തുടങ്ങാന്നൊക്കെ അവന് തോന്നിയതും. വിവേകം വൈകി ഉദിച്ചിട്ട് എന്താ സാറേ കാര്യം? അവന് നന്നാവണമെന്ന് തോന്നിയ സമയത്ത് തന്നെ ഇത് സംഭവിച്ചില്ലേ? വാളെടുത്തവൻ വാളാലെന്ന് പറയുന്നത് പോലെയായി സംഭവവികാസങ്ങൾ. ജോസൂട്ടി ആക്രമിക്കാൻ വന്ന സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു? അനിതയ്ക്ക് ഓർമ്മയുണ്ടോ? 2 പേരെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അവരിൽ ആരെയെങ്കിലും ഇനി കണ്ടാൽ തിരിച്ചറിയാൻ അനിതയ്ക്ക് പറ്റുമോ? ഒരാളെ ഞാൻ ഓർക്കുന്നു. മുടി വളർത്തിയ ഒരു കണ്ണിനെന്തോ പറ്റിയൊരാള്. അയാളെ ഇതിനു മുമ്പ് അനിത എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ജോസൂട്ടിയുടെ ഒപ്പമോ ഒറ്റയ്ക്കോ അങ്ങനെ എവിടെയെങ്കിലും വെച്ച്? ഇല്ല. ഈ ദിവസങ്ങളിൽ നേരിട്ടോ ഫോണിലോ ജോസൂട്ടി ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതായി ആർക്കെങ്കിലും അറിയാമോ? വീട്ടിലാണെങ്കിൽ തന്നെ ഞങ്ങളോട് ആരോടും അധികം ഉരുവാടാറില്ല സാർ. എന്നതേലും ഉണ്ടെങ്കിൽ എവളോടൊന്നോ 2 വാക്ക്, അത്രേ ഉള്ളൂ. മിക്കപ്പോഴും അവൻ പുറത്ത് കറക്കമായിരിക്കും സാറേ. അന്ന് ആ സംഘത്തിലുള്ള ആരുടെയെങ്കിലും പേരോ മറ്റോ ജോസൂട്ടി വിളിച്ചതായി അനിതയ്ക്ക് ഓർമ്മയുണ്ടോ? ശരിക്കൊന്ന് ഓർത്തു നോക്കി. വണ്ടിയിൽ നിന്ന് ആദ്യം അയാൾ ഇറങ്ങിയപ്പോ ജോസൂട്ടി ഒരു പേര് വിളിച്ചിരുന്നു. എന്തായിരുന്നു അത്? എന്തായിരുന്നു കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്തോ ഒരു മുസ്ലിം പേരായിരുന്നു. ഉസ്താദ് എന്നോ ഉസ്മാൻ എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഉസ്മാൻ. ഓക്കെ. അയാൾ മറ്റെന്തെങ്കിലും പറഞ്ഞാണോ ജോസൂട്ടി ആക്രമിച്ചത്? അയാൾക്ക് ജോസൂട്ടിയോട് എന്തോ മുൻവൈരാഗ്യം ഉള്ളതുപോലെയാ സംസാരിച്ചത്. പേടിച്ചിട്ട് ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ജോസൂട്ടിയുടെ അടുത്ത് കണ്ടാൽ
ആ വിവരം അപ്പം തന്നെ എന്നെ അറിയിക്കണം, കേട്ടല്ലോ? ശരി സാർ. ഞാൻ പറഞ്ഞല്ലോ ഓഫീസർ, ഈ ഒരു കണ്ടീഷനിൽ അയാൾ അധികം സ്ട്രെയിൻ ചെയ്യിക്കാതിരിക്കുന്നതാവും സേഫ്. ഇവിടെ കൊണ്ടുവരുമ്പോൾ രക്ഷപ്പെടാനുള്ള ചാൻസ് 0 ആയിരുന്നു. തലയിൽ മാത്രം 6-7 വെട്ടുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിക്കാൻ ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ആള് തട്ടിപ്പോയന്. ആ കണ്ടീഷനിൽ നിന്ന് ആളിവിടെ വരെ എത്തിയില്ലേ. ലെറ്റിംഗ് കം ബാക്ക്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ 4-5 ദിവസം കൂടി കഴിഞ്ഞു മതിയെന്ന് എൻ്റെ ഒപ്പീനിയൻ. ശരി ഡോക്ടർ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അല്ല സാർ, ആരായത് ചെയ്തതെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? ഞങ്ങൾ അന്വേഷണത്തില്ല ഡോക്ടർ. ഈ ജോസൂട്ടി ഒരു പക്ക ക്രിമിനൽ ആയിരുന്നല്ലോ. ഈ കേടികളുടെയും ഗുണ്ടകളുടെയും ഇടയിലുമുണ്ടല്ലോ മിടുക്ക് കാട്ടാനുള്ള ഒരു മത്സരം. അതുപോലൊരു ഗ്യാങ് വാറിന്റെ ഭാഗമായതും. ഹോ, സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ചിങ്ങനെ സോ ഹൊറിബിൾ. കാശിന് വേണ്ടി കൊല്ലാനും ചാകാനും നടക്കുന്ന ഇവനൊക്കെ എന്ത് ഭാര്യ മക്കളും ഡോക്ടർ. ഇവൻ ഇതുപോലെ ഒരുത്തനെ പീസാക്കിയ കേസ് പണ്ട് ഞാൻ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുള്ള. ഓഹോ, അതിലുള്ളവന്മാരാരെങ്കിലും ആയിരിക്കും. യെസ്, അത് തന്നെ ആയിരിക്കും. ആ ഡോക്ടർ, അയാളുടെ സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നിടം വരെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഓർഡർ. ബുദ്ധിമുട്ടാവില്ലല്ലോ? അതൊക്കെ നിങ്ങളുടെ കാഷ്വൽ പ്രൊസീജിയർ അല്ലേ? ക്യാരി ഓൺ. താങ്ക് യു ഡോക്ടർ. വരൂ.